കഴിഞ്ഞ ദിവസം ഞാൻ ഈ മണി പ്ലാന്റ് ചെടികളുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിരാവിലെ എടുത്തതായതുകൊണ്ട് അത്ര വെളിച്ചമുണ്ടായിരുന്നില്ല. ഈ ചെടികളുടെ ശരിക്കുള്ള ഭംഗി അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. ഈ വലിയ ചെടിയും ചെറിയ ചെടിയും തമ്മിലൊരു കഥയുണ്ട്. അതായത് ചെറിയ ചെടിയുടെ ഒരു തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ടായതാണ് ആ വലിയ ചെടി. പക്ഷേ വലിയ ചെടി നട്ടപ്പോൾ തന്നെ നല്ലോണം വളമൊക്കെ ഇട്ടിട്ടാണ് നട്ടത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് നട്ടത്. കാരണം മറ്റേ ചെടിയുടെ വളർച്ച വളരെ മോശമായിരുന്നു. പിന്നെ ആ ചെറുതായിട്ട് കാണുന്ന ചെടിക്ക് ഒരുപാട് കൃമികീടബാധകളുണ്ട്, കണ്ടില്ലേ, ഇലയൊക്കെ തിന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട്, രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ രണ്ട് സ്ഥലത്തായിരുന്നിരുന്നത്. അപ്പോൾ രണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. ഒരു താരതമ്യ പഠനം തുടരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ക്ലിപ്പ് എടുത്തതിന് ശേഷം ഞാൻ ചെറിയ ചെടിക്ക് കുറേ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ആ ചെടിച്ചട്ടിയിൽ മണ്ണ് കുറവാണ്, അപ്പോൾ അത് കുറച്ച് പോട്ടിംഗ് മിക്സ് വെച്ച് ടോപ്പപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനിയാണ് അതിൻ്റെ യഥാർത്ഥ നിരീക്ഷണം തുടരുന്നത്. ഈ ചെടി, ചെറിയ ചെടി വലിയ ചെടിയുടെ ഒപ്പം, ശരിക്കും ചെറിയ ചെടി എന്ന് പറയുന്നത് തായ് ചെടിയാണ്, വലിയ ചെടിയുടെ ഒപ്പം വളർന്നു വരുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ഒപ്പത്താൻ വിഷമാണ്, മറ്റേ ചെടി വല്ലാണ്ട് പുരോഗമിച്ചു പോയി, ഇരട്ടിയിലധികം വലിപ്പം വെച്ചു. കാരണം വളമില്ലായിട്ട് തന്നെയാണെന്ന് മനസ്സിലായി. ഈ ചെടികൾ ഈ ചെടി, ആദ്യത്തെ ചെടി ഇവിടെ കുറേ മാസങ്ങളായിട്ടുണ്ട്, തീരെ മുരടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇനം മണിപ്ലാന്റ് അധികം വളരില്ലായിരിക്കും. മറ്റു മണിപ്ലാന്റുകളൊക്കെ വളരെ നന്നായിട്ട് വളരുന്നുണ്ട്, പക്ഷെ അതിന് വലിയ വളം ചെയ്തിട്ടൊന്നുമല്ല, അങ്ങ് വളരുക തന്നെയാണ്. ഇത് വളരെ ഭംഗി കൂടുതലുണ്ടെങ്കിലും വളർച്ച ഭയങ്കര കഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ സന്തോഷമായി, ഈ ചെടി നല്ലോണം വളരാൻ തുടങ്ങിയോണ്ട് ഇനി അടുത്ത ചെടിയും കൂടെ അങ്ങനെ ആക്കി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.